ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ബർത്ത്ഡേൻ്റെ അന്നുള്ള വീഡിയോ കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ ഞാനും ജിയക്കുട്ടിയും ഏട്ടനും കൂടി അമ്പലത്തിലൊക്കെ പോയി. നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലും പോയി, പിന്നെ പൊന്മേരി നമ്മൾ കുറച്ച് അപ്പുറത്തുള്ള അമ്പലത്തിലൊക്കെ പോയി നല്ലോണം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പായസമൊക്കെ വാങ്ങി. അങ്ങനെ ബർത്ത്ഡേൻ്റെ രാവിലെ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ മൂന്നാളും കൂടി അപ്പുറത്തുള്ള അമ്പലത്തിലൊക്കെ പോയി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ ബർത്ത്ഡേ അല്ലേ, നമുക്ക് ആഗ്രഹങ്ങളൊക്കെ പറയാമല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് പുട്ടായതുകൊണ്ട് വീട്ടിൽ അന്ന് പുട്ടായതുകൊണ്ട് ഞാൻ ഒരു പുട്ട് ഇഷ്ടപ്പെടുന്ന പേഴ്സൺ അല്ല. അപ്പോൾ ഞാൻ മസാല ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി മസാല ദോശയൊക്കെ വാങ്ങി അങ്ങനെ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എൻ്റെ പേരും പറഞ്ഞ ഏട്ടനൊരു മസാല ദോശയൊക്കെ വാങ്ങി. പോട്ടെ പാവല്ലേ. അങ്ങനെ മസാല ദോശയൊക്കെ പൊതിഞ്ഞ് വാങ്ങി എക്സ്ട്രാ 2 വടയൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ നമുക്ക് ബർത്ത്ഡേൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ചെറുതായിട്ട്. അങ്ങനെ ഞങ്ങളവിടെ നിന്നിട്ട് ഏട്ടൻ ചിക്കനൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ വില്യാപ്പള്ളി ടൗൺ ഏരിയ. അങ്ങനെ ചന്ത ഉണ്ടാകുന്ന ഏരിയ ആണത്. അങ്ങനെ ജയക്കുട്ടി ഭയങ്കര ഹാപ്പിയായി. രാവിലെ തന്നെ നമ്മളിങ്ങനെ കൂടെ ഇങ്ങനെ നടക്കുന്നല്ലേ, ഇതാണ് മെയിൻ പരിപാടി. ഇപ്പം എപ്പം നോക്കിയാലും സ്റ്റെപ്പിൻ്റെ മുകളിലേക്കാണ് ജിയ പാഞ്ഞ് കയറാൻ നോക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരാൾ അവളുടെ അടുത്ത് ഉണ്ടാവാറുണ്ട്. കാരണം ഇങ്ങനെ നിലത്ത് കളിക്കില്ലെന്നൊന്നും വിചാരിച്ചിട്ട് ഇപ്പം പോകാൻ പറ്റില്ല. ഇപ്പം ഭയങ്കര ഓട്ടാണ് ആൾ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ പോവുകയാണ്. മസാല ദോശയും പിന്നെ പുട്ടും. അമ്മ രാവിലെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഏട്ടൻ പുട്ട് കഴിക്കും, ഏട്ടൻ മസാല ദോശയും കഴിച്ചോട്ടെ പാവല്ലേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഏട്ടൻ പോവും. അതിൻ്റെ സങ്കടം ഉണ്ട്. ഇത് തിങ്കളാഴ്ചയായിരുന്നു ബർത്ത്ഡേ. ബുധനാഴ്ച പുലർച്ചയ്ക്കാണ് ഏട്ടന് പോകാനുണ്ടായിരുന്നത്. ഈ ചെയറൊക്കെ വെറുതെ വാങ്ങിയത്. ഈ ചെയറിൻ്റെ മുകളിൽ ഇപ്പോൾ കയറി നിൽക്കല ഓളെ പണി. അതുകൊണ്ട് ഇപ്പം ചെയറിലിരുത്താനും പറ്റില്ല. ചെയറിലിരുത്തുമ്പോഴേക്ക് ചേക്കുട്ടി എണീച്ച് നിൽക്കും. അതിലിരുത്തി ഫുഡ് കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെ. ഇപ്പം ചെയറൊക്കെ വെറുതെ ആവുന്നുണ്ട്. പിന്നെ നമ്മളങ്ങനെ അംഗത്തിന് പുറപ്പെടുകയാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്രാവശ്യം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം ഈ മിക്സ് കണ്ട് കേക്കിൻ്റെ. ഇത് നമ്മളങ്ങനെ ഉപയോഗിക്കാനൊന്നും പാടില്ല എന്നല്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ റെഡ് വെൽവെറ്റിൻ്റെ മിക്സ് കണ്ടപ്പോൾ ഏട്ടനൊരു ആഗ്രഹം, എന്നാൽ റെഡ് വെൽവെറ്റ് കേക്ക് തന്നെ ഉണ്ടാക്കിയേക്കാം. അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. 3 മുട്ടയും അതിൽ പറഞ്ഞ അളവിലുള്ള ഓയിലും വെള്ളവും മാത്രം മതി. പക്ഷേ പിന്നെ ഏട്ടൻ പറഞ്ഞത് നമുക്കത് ഉണ്ടാക്കാം. മറ്റേ 2 ബ്രൗണി നമ്മൾ ഉണ്ടാക്കി നോക്കി, സാധാരണ കേക്ക് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മൾ ബിരിയാണി കേട്ടോ, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയ ബിരിയാണിക്കുള്ള സവാളയൊക്കെ വറക്കുന്നുണ്ട്. അങ്ങനെ 3 മുട്ട, പിന്നെ എത്രയാണ് 30 ml 25 ml ഓയിൽ, 30 ml വാട്ടർ, അതൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങ് അടുപ്പത്ത് വെക്കുക. അത്രയേ ഉള്ളൂ. കേക്ക് ഉണ്ടാക്കേണ്ട പണി തീർന്നു. അങ്ങനെ നല്ല റെഡ് വെൽവെറ്റിൻ്റെ മിക്സൊക്കെ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ടാക്കാം എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ പുറപ്പെട്ടത്. അങ്ങനെ നമുക്ക് പിന്നെ ബീറ്ററൊന്നുമില്ല, നമ്മളുണ്ടാക്കി തുടങ്ങിയിട്ടൊന്നും അല്ലുള്ളൂ. അഹങ്കാരം പാടില്ല. മെല്ലെ മെല്ലെ ഓരോന്ന് വാങ്ങിയാൽ മതി. ഈ ബാക്കി സംഭവങ്ങൾ തന്നെ നമ്മൾ തലേന്ന് കേക്കിൻ്റെ മിക്സ് വാങ്ങാൻ പോയടുത്ത് കണ്ടപ്പം വാങ്ങിയതാണ്. മെഷറിങ് കപ്പും പിന്നെ ബീറ്റ് ചെയ്യുന്ന വിസ്കൊക്കെ. അങ്ങനെ ബാറ്ററൊക്കെ റെഡിയായി. പിന്നെ നമ്മളെ അതിൻ്റെ ട്രേയിലേക്ക് ടിന്നിലേക്ക് ഒക്കെ മിക്സൊക്കെ ഒഴിച്ച്, പിന്നെ നമ്മുടെ നോർമൽ ബീറ്റർ നമ്മുടെ ഇതിലെ ഓവൻ സെറ്റപ്പ് നമുക്കുണ്ടല്ലോ ഗ്യാസിൻ്റെ മുകളിൽ തന്നെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി പ്രീ ഹീറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഈ ബാറ്റർ വെക്കുക. അങ്ങനെ കേക്കിൻ്റെ മിക്സ് ഒരു ഭാഗത്ത് വെച്ച്, ഇപ്പുറത്ത് എൻ്റെ ചിക്കൻ ബിരിയാണീൻ്റെ തകൃതിയായ പണികളാണ്. അതിൽ നമ്മൾ ആദ്യം റൈസ്, മറ്റേ മസാല ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 45 മിനിറ്റോ കഴിഞ്ഞപ്പോൾ ഇത് നോക്കി, അപ്പോൾ കുറച്ചുകൂടി ഒന്ന് മുകളിൽ വേവാണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ചിക്കൻ ബിരിയാണിയിലേക്ക് ഞാൻ നാരങ്ങാ നീരും വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ദമ്മിടണം, അത്ര തന്നെ. ഇവിടെ അച്ഛമ്മയും മോളും കൂടി കളിക്കുന്നതായിരുന്നു. അച്ഛനും അമ്മയും ഓളെ നോക്കുന്നതുകൊണ്ട് ഞങ്ങൾ തകൃതിയായി പണികളിലാണ്. പിന്നെ ഏട്ടൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് പിന്നെ നല്ല രസമാണ്. പണികളൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്യും. കുക്കിംഗ് നമുക്കൊരു ബാധ്യതയല്ല ഏട്ടനുണ്ടെങ്കിൽ. അല്ലെങ്കിൽ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അങ്ങനെ നമ്മളെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. എവിടെ ചെന്നാലും അവിടേക്ക് ജീക്കുട്ടി ഓടി വരും. ജീക്കുട്ടി ഭയങ്കര ഇഷ്ടമായി പണിയെടുക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കേക്കൊക്കെ ആയി. ഇനി നമുക്കിത് ക്രീമൊക്കെ തേക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഇത് ചൂടൊക്കെ മാറി സെറ്റ് ആവണ്ടേ.
അതൊക്കെ നമുക്കന്ന് പുറത്ത് പോകാണ്ടായിരുന്നു. ഏട്ടനെ കൊണ്ടുപോകാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് ഭയങ്കര തിരക്കിലാണ് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതാ നമ്മുടെ റൈസൊക്കെ വെന്ത് ഇനി നമുക്കത് ദമ്മിടണം. ദമ്മിടേണ്ട ജോലിയും ഏട്ടൻ തന്നെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഏട്ടന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഏട്ടൻ ചെയ്തോട്ടെ. അങ്ങനെതാ അതിൻ്റെ മസാലയൊക്കെ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നല്ല, നല്ലതിന് നമ്മൾ നല്ലതെന്ന് തന്നെ പറയണ്ടേ. നല്ല അധികം മസാലൻ്റെ കുത്തൊന്നുമില്ല, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ നമ്മൾ ഫുഡ് കഴിക്കേണ്ട സമയമായി. ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് പുറത്ത് പോകാനുണ്ട്. അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേഗത ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഏട്ടൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് സമാധാനത്തോടെ തിന്നാൻ നിൽക്കുന്ന കേട്ടാ. ഏട്ടന് കൊടുത്തില്ല എന്നൊന്നും പറയരുത്. അങ്ങനെതാ ഞാൻ കഴിച്ച്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഏട്ടനും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ പോയി വന്ന് പിന്നെ ഭയങ്കര ഷടപടയെന്നായിരുന്നു കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ലേറ്റ് ആയിപ്പോയി വരാൻ. നമുക്ക് മൈജിയിലൊക്കെ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ നമ്മൾ ലേറ്റ് ആയിപ്പോയി. പിന്നെ നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കൈകൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടേ, ബീറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൈനെ കൊണ്ട് തന്നെ ചെയ്തെടുക്കണ്ടേ. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, അങ്ങനെയൊക്കെ മതിയല്ലോ. അങ്ങനെ ഫ്രഷ് ക്രീം എടുത്ത് ഏട്ടൻ തന്നെയാണ് ബീറ്റൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മളിത് ആദ്യമായിട്ടായതുകൊണ്ട് എന്താ പറയുക, അതിൻ്റെ അടിയിൽ ഐസ് ക്യൂബ്സ് ഇട്ടാൽ പെട്ടെന്ന് ഇങ്ങനെ കട്ടിയായി കിട്ടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി നമ്മൾ തിരക്കിൽ ഏട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കുക അതിലെന്താ വേണ്ടതെന്ന്. അതിൽ നമ്മൾ സംഭവങ്ങൾ ഷുഗറും കാര്യങ്ങളൊക്കെ ആഡാക്കി പിന്നെ അങ്ങനെ അതാ തകൃതിയായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് കുറേ സമയം അങ്ങനെ ഇതാക്കിയപ്പം ഇങ്ങനെ കട്ടിയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കധികം സമയമില്ല, രാത്രി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുത്താലല്ലേ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അത് ഏട്ടൻ ലെയർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നാമതെന്ന് വെച്ചാൽ നമ്മൾ വലിയ ട്രേ ആയിപ്പോയി, നമുക്ക് ചെറിയ ട്രേ കിട്ടിയിട്ടില്ലേനു. പിന്നെ നമ്മൾ കയ്യിലുള്ള പാത്രത്തിൽ വെക്കാനും നോക്കിയില്ല, ഈ ട്രേ ഉള്ളതുകൊണ്ട് അതിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി ഹൈറ്റ് കുറഞ്ഞു പോയി. ഇങ്ങനെ വീതി കൂടിയിട്ട് ഹൈറ്റ് കുറഞ്ഞു പോയി. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഇത് നമ്മൾ 1/2 kg ആ ഒരു മെഷർമെൻ്റ് അല്ലേ ഇത് പാക്കറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ച് ഹൈറ്റ് കുറവുണ്ടായിരുന്നു, പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. നമ്മൾ 3 പ്രാവശ്യം ഇപ്പോൾ ഉണ്ടാക്കുന്നത്, ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. നമ്മൾ മിക്സ് വാങ്ങാറില്ല, ആദ്യമായിട്ടാണ് ഈ മിക്സ് വാങ്ങിയത്. പക്ഷേ ഉണ്ടാക്കിയതൊക്കെ നല്ല ടേസ്റ്റാണ്. ബ്രൗണിയൊക്കെ അടിപൊളിയായിരുന്നു ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ. ഉണ്ടാക്കി നോക്കിയോണ്ട് നമുക്ക് ടേസ്റ്റ് അറിഞ്ഞല്ലോ. ഇത്രയും കാലം ഞാൻ മടിച്ചു തന്നതാണ് ഒന്നും ഉണ്ടാക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ. പിന്നെ ഏട്ടന് ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ പിന്നെ ഉണ്ടാക്കി തുടങ്ങിയതാണ്. അങ്ങനെ പിന്നെ നമ്മൾ വരുമ്പം മറ്റേ ഇതില്ലേ പൊട്ടറ്റോൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത് ടേസ്റ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനെ പാക്ക് ചെയ്യാൻ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ പാക്കിങ്ങും നടക്കുന്നുണ്ട്. പാക്കിങ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര സങ്കടമുള്ള പരിപാടിയാണ്. പിന്നെ പോയല്ലേ പറ്റൂ. അതുകൊണ്ട് പിന്നെ പാക്കൊക്കെ ചെയ്ത് കുറേ സ്നാക്സൊക്കെ കൊണ്ടുപോകാണ്ടായിരുന്നു. സ്നാക്സൊക്കെ വാങ്ങി, ചിപ്സൊക്കെ ഇല്ലേ അതൊക്കെ കൊണ്ടുപോകാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി പിന്നെ നമ്മൾ അറ്റ് ലാസ്റ്റ് ഇതാ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഹാപ്പി ബർത്ത്ഡേൻ്റെതൊക്കെ തോരണങ്ങളൊക്കെ തൂക്കി അങ്ങനെ അതാ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കണ്ടോ, അത് കട്ടിയല്ലാത്തതുകൊണ്ടാണ് മിക്സ് അത്ര കട്ടിയായില്ലല്ലോ ആ ക്രീം, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഭയങ്കര സന്തോഷം കേട്ടോ, നമ്മൾ വീട്ടിലിത് ഉണ്ടാക്കി കട്ട് ചെയ്തപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഏട്ടന് നാട്ടിലുണ്ടാകുന്നത്. അതും ഭയങ്കര ഹാപ്പി. ജിയക്കുട്ടിയുള്ളത് അതിലും വലിയ ഹാപ്പി. പിന്നെ നമ്മളെല്ലാവരും കൂടി ആദ്യമായിട്ട് എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കുന്നത് ഇവിടുന്ന്. സാധാരണ ഏട്ടൻ ഉണ്ടാവാറില്ലല്ലോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത്, കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കണം. അങ്ങനെ എൻ്റെ 26ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.